കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തുന്നതുപോലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിർണായകമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം ജൂണിൽ പുറത്തുവരുന്നതിന് കാത്തിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ മേലധികാരികളും ജനങ്ങളുമെല്ലാം. എന്നാൽ ഇലക്ഷൻ സമയത്തെ പുതിയ തന്ത്രങ്ങൾ പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോഴും BJP ചില കരുനീക്കങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വോട്ടെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് പിന്നാലെ കേരളത്തിൽ BJP വലിയൊരു അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. BJP നേതൃത്വത്തിനുള്ളിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ അധ്യക്ഷനായ K. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2020 ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസ് പക്ഷവും ഒരു നീക്കം തുടങ്ങിയിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രനെ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് പോലും അന്ന് നൽകിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K. സുരേന്ദ്രനെ മാറ്റി സുരേഷ് ഗോപിയെ കൊണ്ടുവരാൻ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സുരേഷ് ഗോപി എപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമാകാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. ഒരിക്കലും സംസ്ഥാന നേതൃത്വത്തിൽ അംഗത്വം എടുക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു തലപ്പത്തേക്ക് വരാനോ സുരേഷ് ഗോപി ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. സുരേഷ് ഗോപി എപ്പോഴും കേന്ദ്ര ഭരണത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗമായി നിൽക്കാൻ തന്നെയാണ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നതും താല്പര്യപ്പെട്ടിരുന്നതും. മാത്രമല്ല 2 ടേം പൂർത്തിയായവരിൽ ആർക്കും തന്നെ അവസരം കൊടുക്കുന്ന ഒരു പതിവ് BJPക്കില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല കഴിവ് തെളിയിക്കാത്തവരാണെങ്കിൽ ആദ്യ ടേമിൽ തന്നെ സ്ഥാനം ഒഴിയേണ്ടതായിട്ടും വരും. അതേസമയം പുതുമുഖങ്ങൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതിന്റെ ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദി ഒരുക്കിയത് വമ്പൻ തന്ത്രങ്ങളും സർപ്രൈസുകളും ഒക്കെ തന്നെയാണ്. അധ്യക്ഷ സ്ഥാനത്തും വലിയ അഴിച്ചുപണികളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കേന്ദ്ര നേതൃത്വം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൂട്ടലുകളും റിപ്പോർട്ടുകളും വിലയിരുത്തലുകളും ഒക്കെ എത്തുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളാണ് ഇപ്പോൾ BJP ഏറ്റവും കൂടുതൽ മുന്നിൽ കാണുന്നത്. BJP ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വിജയിപ്പിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളും സ്ത്രീകളുടെ വിലയിരുത്തലുകളും സ്ത്രീകളുടെ അനുഭവവും ഒക്കെയാണ് എന്ന് BJP തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന ഒരു യുവ നേതാവ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നേക്കാം എന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചിലരുടെ പേരുകളും പുറത്തു വരുന്നുണ്ട്. ഈ K. സുരേന്ദ്രന് പകരം ആരൊക്കെ ആകാം ആ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയെന്ന്. K. സുരേന്ദ്രന് പകരം എത്തുന്നത് എന്തായാലും യുവ നേതാക്കളാകാം എന്നുള്ള ഒരു സൂചനയാണ് വലിയ രീതിയിൽ വരുന്നത്. ആ സമയത്ത് തന്നെ ഷോൺ ജോർജിന്റെ പേര് വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഷോൺ ജോർജിന് തന്നെയായിരിക്കാം സാധ്യത എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. ലോക്സഭ ഇലക്ഷനും BJP മുന്നിൽ കണ്ടത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അത് ഏകദേശം BJPക്ക് നേടാനാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഷോൺ ജോർജ് അധ്യക്ഷ പദവിയിലേക്ക് വരികയാണെങ്കിൽ BJP നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി നമുക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും BJP നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. ഷോൺ ജോർജിനെ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ മുഖത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ അവരെ ഉയർത്തുകയാണെങ്കിൽ അത് നമ്മുടെ നേതൃത്വത്തിന് പോലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയായിരിക്കും. BJPക്ക് അത് കൃത്യമായി തന്നെ സൂചിപ്പിക്കാനും ഉയർത്തിക്കാട്ടാനും പറ്റും. ഷോൺ ജോർജ് അല്ലാതെ നോക്കുകയാണെങ്കിൽ അനിൽ ആന്റണിയാണ് അവർക്ക് മുന്നിലുള്ള ഒരു വലിയ ഓപ്ഷൻ. എന്നാൽ ഈ ഓപ്ഷനുകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വനിത BJP സംസ്ഥാന അധ്യക്ഷയായി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എപ്പോഴും മോദി മുന്നിൽ ഊന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മോദി എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാരി ശക്തി എന്നാണ്. സ്ത്രീകൾക്ക് മുൻഗണന നൽകുക എന്നാണ് മോദി എപ്പോഴും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ K. സുരേന്ദ്രന് പകരം BJP അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.